ദേവാലയത്തിൽ നമ്മൾ കടന്നു വരുമ്പോൾ നമ്മുടെ ശരീരം ദേവാലയത്തിൽ ഉണ്ടാകും, പക്ഷേ നമ്മുടെ മനസ്സ് എവിടെയാണ്? നമ്മുടെ ശ്രദ്ധ എവിടെ ആയിരിക്കണമെന്ന് നമ്മെ ചിന്തിപ്പിക്കുന്ന ചെറിയ സന്ദേശം BPC കിഡ്സ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. റൈറ്റ് ഫോക്കസ്. പ്രൈസ് ലോ പാസ്റ്ററെ. പ്രൈസ് ദി ലോർഡ് സിസ്റ്റർ. പാസ്റ്റർ, ഇനി മുതൽ ഞാൻ ഈ ചർച്ചയിൽ വരുന്നില്ല. അതെന്താ സഹോദരി, എന്തു പറ്റി? അത് പാസ്റ്റർ, ഈ ചർച്ചിൽ ആരും ശരിയായി ദൈവത്തെ ആരാധിക്കുന്നില്ല. എല്ലാവരും ശ്രദ്ധയില്ലാതെയാ ഇരിക്കുന്നേ. ആ റോസ് ആണേലോ എന്നും ചർച്ച് മീറ്റിങ്ങിൽ വന്ന് റീൽസ് കണ്ടോണ്ടാ ഇരിക്കുന്നേ. ഈ റീൽ നോക്ക്, സൂപ്പർ അല്ലേ? അവളെന്താ ചെയ്തെന്ന് അറിയാമോ? ഞാൻ പറയാം. ഒന്നും പറയണ്ട, നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല. സർവീസ് കഴിഞ്ഞിട്ട് കോൾ ചെയ്യാം. ഇപ്പം ഭയങ്കര ബോറിംഗ് ആണ്. സൂത്രം സൂത്രം ഹല്ലേലൂയ. കേൾക്ക്, ഇന്നലെ മാച്ച് കണ്ടില്ലേ? ഇന്നലെ ആറാറിന്റെ കളി എന്റെ കിടുവായിരുന്നു. ആ സജിത് പൊടിച്ച 6 കാണണമായിരുന്നു. ചർച്ച് ഫുൾ വൈബല്ലേ? ചർച്ച് പോയപ്പോ ഒരു രക്ഷയില്ല. നീ വന്നേ, നമുക്കൊരു സെൽഫി എടുത്താലോ? ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ, ഇവിടെ പുതിയ AC ഒക്കെ വെച്ചു. ഓ, സൗണ്ട് സിസ്റ്റം അത്രയും പോരാ. അയ്യോ, ലേറ്റായി. എന്തായാലും പിന്നെ ഇവിടെ ഇരിക്കാം. ഇങ്ങനെയുള്ളവരുടെ കൂടെ ആരാധിക്കാൻ എനിക്ക് ഒരു താല്പര്യവും ഇല്ല. ജോന സിസ്റ്ററെ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. പറയൂ പാസ്റ്റർ. സിസ്റ്റർ ഒരു കാര്യം ചെയ്യും, അടുത്ത ആഴ്ച കൂടെ മാത്രം ചർച്ചിൽ വന്നാൽ മതി. പക്ഷേ അടുത്ത ആഴ്ച വരുമ്പോൾ ഒരു ഗ്ലാസ് നിറച്ച് വെള്ളം കൊണ്ടുവന്ന് മീറ്റിംഗ് നടക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നടക്കുക. ഒരു തുള്ളി വെള്ളം പോലും താഴെ വീഴല്ല. ശരി പാസ്റ്റർ, അടുത്ത ആഴ്ചയും കൂടെ മാത്രമൊന്ന് ഞാൻ വരാം. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണുന്നു, പക്ഷേ അതിനേക്കാൾ പ്രധാനമായത് നമ്മൾ എന്തിലാണ് ശ്രദ്ധ കൊടുക്കുന്നത് എന്നതാണ്. പുറമേ കാണുന്നതെല്ലാം ശരിയായിരിക്കാം, പക്ഷേ ഉള്ളിൽ ശ്രദ്ധ ചിതറിക്കിടക്കാം. ആരാധനയിൽ നാം ഉണ്ടാകും, പക്ഷേ ആരാധന നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണമെങ്കിൽ ശ്രദ്ധ ഒരിടത്തായിരിക്കണം. അതിനാൽ പാസ്റ്റർ ചെറിയൊരു പരീക്ഷ കൊടുക്കുന്നു. ദൈവമക്കളെ, നിങ്ങളെല്ലാം ആരാധിക്കൂ, കൈയടിച്ച് ആരാധിക്കൂ. കൈയടിച്ച് ആരാധിക്കൂ. കൈയടിച്ച് ആരാധിക്കൂ. പ്രൈസ് ദി ലോർഡ് ജോന സിസ്റ്ററെ, ഇന്നത്തെ ആരാധനയ്ക്ക് ആരൊക്കെ ഉഴപ്പിയത്? അയ്യോ പാസ്റ്റർ, അതൊന്നും എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അതെന്താ ശ്രദ്ധിക്കാൻ പറ്റാഞ്ഞ്? അതാണ് പാസ്റ്റർ, എൻ്റെ ശ്രദ്ധ മുഴുവൻ ഈ വെള്ളത്തിലായിരുന്നു. അത് താഴെ വീഴാതെ നോക്കി നടന്നത് കൊണ്ട് ഞാൻ വേറെ ഒന്നും കണ്ടില്ല. അതാണ് സഹോദരി, നമ്മൾ എവിടെയാണ് ഫോക്കസ് ചെയ്യുന്നത് അവിടെയാണ് നമ്മുടെ ഹൃദയം മനസ്സും. ആരാധനയിൽ വരുമ്പം നമ്മുടെ ഫോക്കസ് യേശുക്രിസ്തുവിൽ മാത്രം ആയിരിക്കണം. ശരിയാ പാസ്റ്റർ, ഇപ്പോഴാണ് കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായത്.
വിശുദ്ധി ഞാൻ ദർശിച്ചപ്പോ നിൻ സ്നേഹത്തെ ഞാൻ ആരാഞ്ഞപ്പോ സർവവും മുൻപിൽ നിഴലായി മാറിടുന്നു. ആരാധിക്കും ഞാൻ, ആരാധിക്കും നിന്നെ ഞാൻ, നിൻ വിശുദ്ധി ആരാധിക്കും, ആരാധിക്കും ഞാൻ, ആരാധിക്കും നിന്നെ ഞാൻ, നിൻ വിശുദ്ധി ആരാധിക്കും. സഭയല്ല മാറേണ്ടത്, നമ്മളാണ്, നമ്മളുടെ ഫോക്കസാണ് മാറേണ്ടത്. ഇന്ന് നമ്മൾ കണ്ടത് മറ്റുള്ളവരെ നോക്കുന്ന ഒരു ജീവിതം. അതിൽ ആരാധന നഷ്ടപ്പെട്ടു. പക്ഷേ ശ്രദ്ധ ഒരിടത്ത് കേന്ദ്രീകരിച്ചപ്പോൾ മറ്റെല്ലാം മറഞ്ഞുപോയി. നമ്മളും അങ്ങനെ തന്നെ അല്ലേ? ആരാധനയിൽ വരുമ്പോൾ നമ്മുടെ കണ്ണുകൾ മറ്റു മനുഷ്യരിൽ, മനസ്സ് മറ്റൊരു ലോകത്തിൽ. പക്ഷേ വിശുദ്ധ വേദപുസ്തകം നമ്മളോട് പറയുന്നു, എബ്രായ ലേഖനം 12-ാമത്തെ അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ പറയുന്നു, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. ആരാധന ഒരു കാഴ്ചയല്ല, ഒരു അനുഭവമാണ്, ഒരു ബന്ധമാണ്. അതുകൊണ്ട് ഇന്നു മുതൽ മറ്റുള്ളവരെ നോക്കാതെ നമ്മുടെ ശ്രദ്ധ, നമ്മുടെ ഹൃദയം, നമ്മുടെ ആരാധന യേശുക്രിസ്തുവിലായിരിക്കട്ടെ.